കോഴിക്കോട് നടന്ന ശസ്ത്രക്രിയയിൽ അവയവം മാറി ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ആ വിഷയം ഇപ്പോൾ ചൂടുപിടിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടർ ക്ഷമ പറഞ്ഞു. പിന്നീട് പതിവ് പോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഒരു രീതി വെച്ചുകൊണ്ട് ആദ്യം കുറ്റം ചെയ്യും, ആദ്യം അത് സമ്മതിക്കും, പിന്നീട് നാട്ടുകാർ അറിയുന്ന സമയത്ത് അത് നിഷേധിക്കും. ഹർഷനയുടെ കാര്യം, അതിജീവിതയുടെ കാര്യം, ഇപ്പോൾ ഇതാ ഈ കുഞ്ഞിൻ്റെ കാര്യം. എന്താണ് ഡോക്ടർ പറയുന്നത്? മെഡിക്കൽ സൂപ്രണ്ടും അധികൃതരും ഒക്കെ നൽകുന്ന വിശദീകരണം. അരുൺകുമാർ, ഈ അവയവ മാറ്റം എന്ന വാക്ക് പോലും ഈ ഡോക്ടേഴ്സിന്റെ സംഘടന ഉപയോഗിക്കുന്നില്ല. അങ്ങനെ പറയാൻ പാടില്ലെന്നാണ് അവർ പറയുന്നത്. അവയവം മാറിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് ചിലപ്പോൾ സംശയം തോന്നും. കൈവിരലിന് ഓപ്പറേഷന് പോയിട്ട് നാവിൽ ചെയ്തല്ലോ, പിന്നെ മാറിയില്ലേ എന്ന് ചോദിക്കും. പക്ഷേ ഡോക്ടേഴ്സ് അതിനെ അങ്ങനെയല്ല കാണുന്നത്. കാരണം അതിന് മുൻപ് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ 1 വർഷം മുൻപ് കാല് മാറി സർജറി ചെയ്തിരുന്നു. അന്നും ഇതേ വാദമാണ് ഡോക്ടേഴ്സ് ഉന്നയിച്ചത്. അതായത് ആശുപത്രിയിൽ ഒരു ചികിത്സയ്ക്ക് വേണ്ടി ചെല്ലുന്നു. ആ സമയത്ത് ഡോക്ടർ തന്നെ മറ്റൊരു രോഗം, അതിനേക്കാൾ വലിയ രോഗം കണ്ടെത്തി അതിന് ചികിത്സയും സർജറിയും നടത്തുന്നു. ആ വാദമാണ് ഡോക്ടർമാരുടെ സംഘടന KGMCT ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഡോക്ടർ ബിജോണിനെ സസ്പെൻഡ് ചെയ്ത് അംഗീകരിക്കാൻ കഴിയില്ല, ധൃതി പിടിച്ച നടപടിയാണെന്നാണ് സംഘടന പറഞ്ഞത്. ഡോക്ടർക്ക് വീഴ്ച പറ്റിയില്ലെന്നാണ് സംഘടന പറയുന്നത്. പക്ഷേ ഇന്നലെ രാത്രി നമ്മൾ കുടുംബത്തോട് സംസാരിച്ചിന്. കുടുംബം പറയുന്നു വീഴ്ച പറ്റിയെന്ന് ഡോക്ടർ സമ്മതിച്ചു, ക്ഷമ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ 4 വയസ്സുകാരുടെ ചികിത്സാ രേഖയിൽ ഡോക്ടർ തന്നെ എഴുതി നൽകിയിട്ടുണ്ട്, നിങ്ങളുടെ സമ്മതം വാങ്ങാതെയാണ് ഞാൻ ഈ സർജറി ചെയ്തിരിക്കുന്നത്, പക്ഷേ ഈ സർജറി കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്ന് എഴുതി നൽകിയിട്ടുണ്ട്. ആ സമയത്ത് സോറി പറഞ്ഞതാണ് കുടുംബം പറയുന്നത്. അതായത് കുടുംബം ആവശ്യപ്പെടാത്ത രോഗത്തിന് ഡോക്ടർ ചികിത്സ നൽകിയിരിക്കുന്നു. പക്ഷേ ഡോക്ടറുടെ വിവേചന അധികാരം വെച്ച് നൽകിയ ചികിത്സയാണെന്നാണ് ഈ ഡോക്ടേഴ്സിന്റെ സംഘടന പറയുന്നത്. കൈയുടെ ശസ്ത്രക്രിയ പിന്നെ നടത്തിയോ നാവ് കഴിഞ്ഞതിന് ശേഷം? നടത്തി, തീർച്ചയായും. ആ സമയത്ത് തന്നെ ഈ രക്ഷിതാക്കളാണ് ഇത് കാണുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് കുട്ടീനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇടത് കൈയിൽ ഒന്നും ചെയ്തിട്ടില്ല. അതായത് ഇടത് കൈയുടെ ചെറുവിരലിനോട് ചേർന്ന ചെറിയൊരു വളർച്ചയുണ്ടായിരുന്നു, 6ാം വിരലെന്ന് വിളിക്കുക അതിനെ, അത് മുറിച്ച് മാറ്റിയിട്ടില്ല. പകരം നാവിൽ നിന്ന് രക്തം വരുന്നത് കണ്ടപ്പോഴാണ് അറിഞ്ഞത് നാവിലാണ് സർജറി ചെയ്തത്. നാവിൽ സർജറി എന്ന് പറഞ്ഞാൽ മേജർ സർജറി അല്ല, മൈനർ സർജറിയാണ്. ടങ് ടൈ എന്ന് പറയുന്നത് കുട്ടികൾക്കുള്ള ഒരു നാവിലുള്ള കെട്ടാണ്, അത് മുറിച്ചു വിടുക മാത്രമാണ് ചെയ്യുന്നത്. അതിനുശേഷം അങ്ങനെ തെറ്റ് മനസ്സിലാക്കി ഒരു ഓഫറിന്റെ ഒക്കെ കാലമാണല്ലോ. നമ്മൾ ഒരു സാധനം വാങ്ങിയാൽ മറ്റൊരു സാധനം ഫ്രീ ആയിട്ട് കിട്ടും, ഒന്ന് വാങ്ങിയാൽ ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞതുപോലെ കൈക്ക് ശസ്ത്രക്രിയക്ക് നാവിന് ശസ്ത്രക്രിയ ഫ്രീ എന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഒരു പോളിസി ആയിട്ട് നമുക്ക് കണക്കിലാക്കിയാൽ പോരെ? കുട്ടിക്ക് ചിലപ്പോൾ ചില ഡോക്ടേഴ്സ് അങ്ങനെയും പറയുന്നുണ്ട്, ചില ഡോക്ടർമാർ അങ്ങനെയും പറയുന്നുണ്ട്. കാരണം 2 നടപ്പ് ഒഴിവായല്ലോ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് തിരക്ക് നമുക്കറിയാം. ഈ ചെറിയൊരു കാര്യത്തിന് 2 വട്ടം വരേണ്ടതില്ലല്ലോ എന്നും ചില ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. അതിന് ന്യായീകരിക്കേണ്ട ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ ഇതൊരു വീഴ്ച തന്നെയാണല്ലോ ഒരു ചികിത്സ. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇന്നലെ സസ്പെൻഷൻ കിട്ടിയ ഡോക്ടർക്ക് 21 സർജറികളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ 3 കുട്ടികൾക്ക് ഈ ടങ് ടൈ വിഷയം ഉണ്ടായിരുന്നു എന്നാണ് അവിടെ നിന്ന് അറിയാൻ വേണ്ടി കഴിയുന്നത്. അതായത് ഒരു ഡോക്ടർ തന്നെ ഒരു ദിവസം 21 കുട്ടികളെ സർജറി ചെയ്യേണ്ട ഒരു അവസ്ഥ. അവരുടെ ജോലിഭാരം സൂചിപ്പിക്കാൻ വേണ്ടി അവർ പറയുന്നതാണ്. ആ തിരക്കിലും ഒരു പക്ഷേ കൂടി വേണം. 21 ശസ്ത്രക്രിയയൊക്കെ ഒരു ദിവസം ഷെഡ്യൂൾ ചെയ്താൽ ആ ശസ്ത്രക്രിയയിൽ എത്രമാത്രം ആത്മാർത്ഥത ഉണ്ടാവും എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു മനുഷ്യന് ചെയ്യാവുന്ന ശസ്ത്രക്രിയകളൊക്കെ ഉണ്ടല്ലോ സ്വാഭാവികമായും. പക്ഷേ അതേസമയം തന്നെ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ശസ്ത്രക്രിയകളുമാണ്. ചിലതൊക്കെ മൈനർ സർജറികളാണ്. അതിൽ ഈ ഒരു പക്ഷേ ഈ കുട്ടിയുടെ മാറിപ്പോയതാവാം. തുടർച്ചയായിട്ട് 3 ചെയ്തു വന്നപ്പോൾ അടുത്തയാളുടെയും അങ്ങനെ ആ കുട്ടിക്ക് ആ ശസ്ത്രക്രിയ വേണ്ടിയിരുന്നുവെങ്കിൽ അതൊരു വലിയ വിവാദമാകേണ്ടതില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രക്ഷിതാക്കൾ പറയുന്നത് എന്താണ്? കുട്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നാണോ? രക്ഷിതാക്കൾ പറയുന്നത്, കുടുംബാംഗങ്ങൾ പറയുന്നത് കുട്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ ഡോക്ടേഴ്സ് പറയുന്നു നോക്കിയ സമയത്ത് കുട്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നം കണ്ടു. ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് അത് മനസ്സിലാവില്ല, അത് ഡോക്ടർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ ഒരു പ്രശ്നമില്ലാതെ ഡോക്ടർക്ക് അവിടെ സർജറി ചെയ്യാൻ കഴിയില്ല എന്നാണ് ഈ ഡോക്ടേഴ്സ് പറയുന്നത്. അതിൻ്റെ മെഡിക്കൽ വശങ്ങൾ നമുക്കറിയില്ല, ഡോക്ടേഴ്സിനെ അറിയത്തുള്ളൂ. അങ്ങനെ കണ്ടതുകൊണ്ട് അത് ചെയ്തു. അത് വലിയ ഗുരുതരമായ വീഴ്ചയല്ല, അത് ഇന്നല്ലെങ്കിൽ നാളെ ചെയ്യേണ്ട ഒരു കേസായിരുന്നു. കുട്ടിക്ക് ദോഷമല്ല, മാത്രമേ ചെയ്യുള്ളൂ. ആരോഗ്യ പ്രശ്നങ്ങൾ എന്നുള്ള ഒരു വിവരം നേരത്തെ ഡയഗ്നോസ് ചെയ്തിരുന്നില്ല, മാതാപിതാക്കൾക്ക് അറിയില്ലായിരുന്നു. ആ സർജറി ചെയ്യാൻ പോകുന്ന വിവരം ഈ രക്ഷിതാക്കളെ അറിയിച്ചില്ല. അവിടെയാണ് ഡോക്ടർ കുടുങ്ങിപ്പോയത്. എങ്കിലും കൊള്ളാമല്ലേ, ഓഫർ ഒന്നെടുത്താൽ ഒന്ന്. വിരലിന് ശസ്ത്രക്രിയയ്ക്ക് വരൂ, നാവിന് കൂടി ശസ്ത്രക്രിയ ഫ്രീ ആയി ചെയ്യൂ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പുതിയ ഒരുതരം കെയറാണ്. ആ കെയറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എന്തായാലും വിവാദം കനക്കുന്നു. പക്ഷേ എങ്കിലും കുട്ടി ആരോഗ്യവാനായി തുടരുന്നു എന്നതിൽ സന്തോഷകരമായ ഒരു കാര്യം. അതുകൊണ്ടാണ് നമ്മൾ ഇത് തമാശയായിട്ട് എടുത്തത്. പക്ഷേ ഇത് കോമഡിയായ ഒരു വിഷയമല്ല. ഇത് മറ്റെവിടെയെങ്കിലുമാണ് സംഭവിച്ചത്. കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയല്ല പൊതുജനം പൊതുവെ പ്രതികരിക്കുക. എങ്കിലും ആ കുട്ടി ആരോഗ്യത്തോടു കൂടി തുടരുന്നു എന്നതിൽ സന്തോഷം.